മോഷണക്കുറ്റത്തിൻ്റെ പേരിൽ പേരൂർക്കട പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച ദളിത് യുവതി ബിന്ദുവിനെ ചോദ്യം ചെയ്തതിലും മാനസിക പീഡനത്തിന് ഇരയാക്കിയതിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച. പരാതിക്കാരിയുടെ വാക്ക് മാത്രം വിശ്വസിച്ച് പോലീസ് നീങ്ങുകയായിരുന്നു. നിയമപരമായി പാലിക്കേണ്ട നടപടിക്രമങ്ങളൊന്നും തന്നെ പോലീസ് പാലിച്ചതുമില്ല. ഏപ്രിൽ 19-നാണ് പേരൂർക്കട NCC റോഡിൽ ഓമന ഡാനിയൽ 2 പവൻ സ്വർണ്ണമാലയും കുരിശിന്റെ ലോക്കറ്റും നഷ്ടപ്പെട്ടെന്ന് പോലീസിൽ പരാതി നൽകിയത്. 23-ന് പേരൂർക്കട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. പരാതിക്കാരി പറഞ്ഞതനുസരിച്ച് ബിന്ദുവിനെ കസ്റ്റഡിയിലെത്തി ചോദ്യം ചെയ്ത ശേഷം ഓമനയുടെ വീട്ടിൽ കൊണ്ടുപോയി. മാല കണ്ടെടുക്കാനായില്ല. ഒരു രാത്രി മുഴുവൻ ബിന്ദുവിനെ ചോദ്യം ചെയ്തു. പിറ്റേന്ന് ഉച്ചയ്ക്ക് 12 മണിവരെ ക്രൂരമായ മാനസിക പീഡനത്തിനിരയാക്കി. പിന്നീട് മാല കിട്ടിയെന്ന് പരാതിക്കാരെ അറിയിച്ചപ്പോഴും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് ഗുരുതര വീഴ്ച. FIR രേഖപ്പെടുത്തിയ കേസായതിനാൽ മാല സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പരാതിക്കാരി പോലീസിനെ കാണിക്കണം. തൂക്കം ഉറപ്പാക്കണം. മാല സ്വർണം തന്നെയാണെന്ന് പരിശോധന നടത്തേണ്ടതാണ്. മാല കിട്ടിയ സ്ഥലത്തെത്തി അതും പരിശോധിക്കണമായിരുന്നു. ബിന്ദുവിനോട് പരാതിക്കാരിക്ക് എന്തെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ കെട്ടിച്ചമച്ച കേസാണോ എന്ന് കണ്ടെത്തണം. ഇതൊന്നും പോലീസ് നടത്തിയില്ല. പകരം പരാതിക്കാരിയുടെ വഴിക്ക് നീങ്ങുകയായിരുന്നു. സംഭവം വൻ വിവാദമായതോടെ കേസ് അന്വേഷണമെല്ലാം പൂർത്തിയാക്കിയെന്നായിരിക്കും FIRലെ തുടർ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്നത്. ബിന്ദുവിനെ കസ്റ്റഡിയിലെടുത്തതിൽ ഗുരുതര വീഴ്ചയാണ് ഉണ്ടായതെന്ന് പോലീസ് കമ്മീഷണർക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയ റിപ്പോർട്ട് പറയുന്നു. വീഴ്ചകൾ റിപ്പോർട്ടിൽ അക്കമിട്ട് നിരത്തുന്നുണ്ട്. പ്രാഥമിക നടപടി പോലും പൂർത്തിയാകാതെയാണ് ബിന്ദുവിനെ പ്രതിയാക്കിയതെന്നും റിപ്പോർട്ടിലുണ്ട്.